ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്ക്ലി ഉള്ള രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു യഥാർത്ഥത്തിൽ രാമായണം ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ ഇന്നലെ എനിക്ക് വേറൊരു ക്ലാസ് ഉള്ളത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ മനോഹരമായ ഒരു ഘട്ടത്തിലാണ് സുന്ദരകാന്ഡം എന്ന് പറയും. സുന്ദരകാന്ഡം ഹനുമാന്റെ യാത്രയാണ് സുന്ദരകാന്ഡം നിങ്ങൾ കാണുന്നത് അല്ലെ. അപ്പോ നമ്മൾ എവിടെ വരെ എത്തി? വളരെ കഠിനമായിട്ടുള്ള വഴികളൊക്കെ കടന്ന് സമുദ്രവും ചാടിക്കടന്ന് ഹനുമാൻജി എവിടെ വരുന്നു? നമ്മുടെ സീതാമാതാവിനെ കാണാൻ വേണ്ടി ലങ്കയിൽ എത്തുന്നു. അന്വേഷിച്ച് അവസാനം ആ അശോകവാട്ടികയില് ശിംശഭ വൃക്ഷത്തിന് താഴെ സീതാമാതാവിനെ കണ്ടെത്തുന്നു. സീതാമാതാവിനെ കണ്ടതിന് ശേഷം വളരെ നീണ്ട ഒരു സംഭാഷണമാണ് ആര് തമ്മിൽ നടന്നത്? സീതാമാതാവും ഹനുമാനും തമ്മിൽ നടന്നത്. ആദ്യം വിശ്വസിച്ചില്ല, അത് രാവണനാണോ അതോ വേഷം മാറി വന്നതാണോ, പറ്റിക്കാനാണോ എന്നൊക്കെ സീതാമാതാവ് വിചാരിച്ചു. പക്ഷെ ഹനുമാൻ വന്നിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കഥ, സീതാമാതാവിന് പോലും അറിയാത്ത ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ചരിതം പറഞ്ഞു കൊടുത്തപ്പോ സീതാമാതാവിന് എന്തായി? വ്യക്തമായ ധാരണയായി ഇത് രാമദൂതനാണ് എന്ന്. അപ്പോ തന്റെ മനസ്സും തുറന്ന് സീതാമാതാവ് ഹനുമാന്റെ അടുത്ത് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ, തങ്ങൾ മാത്രമുള്ള നിമിഷങ്ങൾ, അത് സീതാമാതാവിനെ ഹനുമാൻ കണ്ടു എന്ന് രാമചന്ദ്രമൂർത്തിക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം സീതാമാതാവ് അവസാനം പറഞ്ഞു ഒരു ടൈം ലിമിറ്റ്, അതായത് ഒരു മാസത്തെ സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ രാമൻ വന്ന് എന്നെ സംരക്ഷിച്ചില്ല, അല്ലെങ്കിൽ രക്ഷിച്ചില്ല, രാവണനെ വധിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എന്റെ സ്വന്തം ജീവൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സമയം മുതൽ രാമായണം എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോർവേഡ് മോഡിലേക്ക് പോവുകയാണ് എന്നാണ് നമ്മൾ കേട്ടത്. കാരണം എന്താണ്? ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്ര നാളും നമ്മൾ കണ്ട കാണ്ഡങ്ങളെല്ലാം വർഷങ്ങളോളമോ ദിവസങ്ങളോളം അല്ല മാസങ്ങളോളമോ ഒക്കെ നീണ്ടതായിരുന്നു. പക്ഷെ ഇനി മുതൽ രാമായണം ഫാസ്റ്റ് ഫോർവേഡ് ആണ്. ആകെ കുറച്ച് സമയമേ ഉള്ളൂ. എത്ര സമയം? ഒരു മാസം. ആ ഒരു മാസക്കാലം കൊണ്ട് കിഷ്കിന്ധയിലെത്തണം, സുഗ്രീവനെ കാണണം, രാമചന്ദ്രമൂർത്തിയെ കാണണം, സീതാദൂത അറിയിക്കണം, അവിടെ നിന്നും ആ വാനര സൈന്യത്തിനെ മുഴുവൻ കൊണ്ടുവന്ന് ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തെത്തണം, ദക്ഷിണ സമുദ്രം കടക്കണം, ലങ്കയിലെത്തണം, യുദ്ധം ചെയ്യണം, രാവണനെ തോൽപ്പിക്കണം, സീതയെ സ്വതന്ത്രയാക്കണം. ഇതാണ് ഒരു മാസത്തെ ടൈം ലിമിറ്റിൽ ചെയ്യേണ്ടത്. ഹനുമാന് പെട്ടെന്ന് ഭയമായി, എങ്ങനെ ചെയ്യും എന്നുള്ളത്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഹനുമാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ചെയ്യാതിരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഒരു ആഗമനമായിരുന്നു. കാരണം ആരും അറിയരുത് ലങ്കയിൽ എത്തിയെന്ന്. സീതാമാതാവിനെ കാണുന്നത് വരെ ആരും അറിയരുത് താൻ ലങ്കയിൽ എത്തിയെന്നും സീതയെ കണ്ടുവെന്നും രാമന്റെ ദൂത് അറിയിച്ചു എന്നും ഒരു മനുഷ്യൻ പോലും അറിയരുത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നപ്പോ ആ പരിപാടി ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോ തന്റെ സന്ദർശന ഉദ്ദേശം പൂർത്തിയായി, സീതാമാതാവിനെ കണ്ടെത്തി, ഇനി കുറച്ച് കുസൃതി ഒപ്പിക്കാനുള്ള, രാവണന്റെ മനസമാധാനം തകർക്കാനുള്ള സമയമായി എന്ന് ഹനുമാൻ അറിയാം. ഹനുമാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ തുടരുകയാണ്. എന്താണ് ഹനുമാൻ ചെയ്തത് എന്ന് കാണുന്നതിന് മുമ്പ് നമ്മൾ നിർത്തി. അപ്പോ ഇന്ന് ആ രാമദൂതന്റെ വികൃതി തരങ്ങളും അതിന് രാവണൻ വന്നിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും, രാവണന് ഒരു പരാജയത്തിന്റെ ഒരു ചുവ അല്ലെങ്കിൽ ഒരു മണം അടിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടോ എന്നും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ശ്രീരാമചന്ദ്രമൂർത്തിയെയും സീതാമാതാവിനെയും പ്രണമിച്ചുകൊണ്ടും ഗുരുവിനെ പ്രണമിച്ചുകൊണ്ടും. ഹരേ കൃഷ്ണ. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം
जय राम जय जय राम, श्री राम जय राम जय जय राम, श्री 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 राम जय जय राम। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने, नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशकारिणे, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമുക്ക് എങ്ങോട്ട് പോകാം? അശോക വാട്ടികയിലേക്ക് പോകാം. അവിടെ നമ്മൾ കണ്ടു, എന്താണ് നമ്മൾ കണ്ടത്? സീതാമാതാവും ഹനുമാനും തമ്മിൽ വളരെ ദീർഘമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. ആ സമയത്ത് നമ്മുടെ രാക്ഷസിമാർ എന്തെടുക്കുകയായിരുന്നു? ത്രിജട വന്നിട്ട് അവരോട് സ്വന്തം ഒരു സ്വപ്നത്തെ പറ്റി പറഞ്ഞിരുന്നുവല്ലോ. അത് കേട്ടിട്ട് രാവണന് ഈ പ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും സീതയെ സ്വതന്ത്രയാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് വരുമെന്നും ഒക്കെ കേട്ടിട്ട് ആ രാക്ഷസിമാർക്കെല്ലാം ആകെപ്പാടെ മൊത്തം ആശയക്കുഴപ്പമായി. അതൊരു സ്വപ്നമാണ് എന്ന് വിചാരിക്കാനാണ് അവർക്ക് ഇഷ്ടം. കാരണം രാക്ഷസിമാരെല്ലാവരും രാവണന്റെ ആരാധകരായിരുന്നുവല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ത്രിജടയിൽ നിന്ന് വായിൽ നിന്ന് കേട്ടപ്പോഴേക്ക് അവർക്ക് ആകെപ്പാടെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലായി. എന്താണ് ചെയ്തത്? അവര് വന്നിട്ട് മദ്യവും സേവിച്ച് അവിടെ ആ സമയത്ത് ഉറക്കത്തിലായിരുന്നു. ഇത്രയും നീണ്ട ഒരു സംഭാഷണം നടന്നതും അതിനുശേഷം ഹനുമാൻ എന്ത് ചെയ്തതും എന്ന് അവർ കണ്ടുപോലുമില്ല. അപ്പോ ഈ രാക്ഷസിമാര് സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് വിചാരിച്ച് കണ്ണു തുറക്കുന്ന സമയത്തേക്കാണ് നമ്മളിപ്പോ അശോക വാട്ടികയിൽ എത്തുന്നത്. എന്താ ചെയ്യുന്നത്? അവിടെ രാക്ഷസിമാരെല്ലാം വന്നിട്ട് കൂർക്കം വലിച്ച് ഗാഠനിദ്രയിലായിരുന്നു, മദ്യവും സേവിച്ച്. അവര് കണ്ണു തുറന്ന് നോക്കിയതും ചുറ്റിനും കാണുന്നത് സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ കണ്ണടച്ച് ഉറങ്ങാൻ പോയ സമയത്തുണ്ടായിരുന്ന അശോകവാട്ടിക അല്ല മുന്നിൽ ഇരിക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മയില്ല എന്താണ് നടന്നതെന്ന്. കാരണം അവര് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്ത് സംഭവിച്ചുവെന്ന്. എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കിയപ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ പോയ സമയത്തെ അവസ്ഥയല്ല അശോകവാട്ടികയുടേത്. അശോകവാട്ടിക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള രാവണന്റെ രാജ ഉദ്യാനമാണ്. വളരെ സ്പെഷ്യൽ ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ. ഈ രാക്ഷസിമാർ സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അത് മാത്രമല്ല, അതിന്റെ ചുറ്റിനും ആകെപ്പാടെ 3-4 രാക്ഷസന്മാരെ എന്ത് ചെയ്തിരിക്കുന്നു? സൂക്ഷിപ്പുകാരായിട്ട് നിർത്തിയിരിക്കുന്നു. കാരണം അധികം സുരക്ഷയുള്ള സ്ഥലത്ത് വേറെ ആരും കയറുകയില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലം എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത് എന്ന് ഇവർ കണ്ണു തുറന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായില്ല. അവർ വിചാരിച്ചു കണ്ണു തുറന്നിരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത് എന്ന്. അപ്പൊ എന്താണെന്ന് അറിയാതെ അവർ വീണ്ടും കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ പിന്നെയും കണ്ണു തുറന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അശോകവാട്ടികയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവർ വിചാരിച്ചു ഒരു പ്രാവശ്യവും കൂടി അവർ കണ്ണടച്ച് തുറന്നു നോക്കി, എന്നിട്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം അവിടെ നടന്ന കാര്യങ്ങൾ അവർ എത്ര തവണ കണ്ണടച്ച് തുറന്നാലും അല്ലെങ്കിൽ എത്ര തവണ ഉറങ്ങി എഴുന്നേറ്റാലും മാറാൻ പോകുന്നില്ല. എന്ത് സംഭവിച്ചു? അവിടെ പേടി സ്വപ്നം പോലെയാണ് അവർക്കെല്ലാം തോന്നുന്നത്. അശോകവാട്ടിക ആകെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് വിചാരിക്കുകയാണ്, ഇത് എന്ത് സംഭവിച്ചു? കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഭൂമി കുലുക്കം വന്നു,
അതോ എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ട് അതിക്രമിച്ച് കയറി? ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അതിക്രമിച്ച് കടക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് ധൈര്യം വരുന്നത്? ലങ്കയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, അതും രാവണൻ വന്നിട്ട് വിശ്വസിച്ച സീതയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെങ്കിൽ അത്രയും സുരക്ഷയുള്ള സ്ഥലമായിരിക്കണമല്ലോ. അത് എങ്ങനെയാണ് ഈ പ്രകാരം നശിപ്പിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്? ആരാണ് ഇത് ചെയ്തത് എന്ന് അവരിൽ ഓരോരുത്തരും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അവരൊരു ചർച്ചയിലേക്ക് പോകുമ്പോഴേക്കും അവർ പെട്ടെന്ന് ഒരു ഭയങ്കര അലർച്ച കേട്ടു. ആരോ പേടിച്ചരണ്ട് അലറി വിളിച്ചിട്ട് വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ആ ദിശയിലേക്ക് അവർ നോക്കുമ്പോ ഭയങ്കര തടിയുള്ള ഒരു രാക്ഷസി വയറും കുലുക്കി അവിടെ നിന്ന് ഓടി വരികയാണ്. എന്തോ വിളിച്ച് പറയുന്നുണ്ട്. എന്തോ കണ്ട് പേടിച്ച് അരണ്ട് പോയതുപോലെയാണ് അവള് വരുന്നത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മൊത്തം തകർന്ന് തരിപ്പണമായതും പോരാണ്ട് ഇനി അവിടുന്ന് ആരാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഈ രാക്ഷസീനെ ഓടിക്കുന്നത് എന്ന് അവർ അങ്ങോട്ട് നോക്കിയതും എന്ത് വിളിച്ചിട്ടാണ് അവൾ ഓടുന്നത്? അവള് ഹരി ഹരി എന്ന് വിളിച്ചിട്ടാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാരും വിചാരിച്ച് ഇതാരാണ് ഈ ഹരി ഹരി എന്ന് വിളിച്ചിട്ട്? അതും കേൾക്കുന്നില്ല. ആ ദൂരെ നിന്ന് വരുന്ന രാക്ഷസി എന്തോ വിളിച്ച് പറയുന്നുണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. അപ്പോ നോക്കുമ്പോ വേറെ ഏതെങ്കിലും ദിവസമായിരുന്നെങ്കിൽ ഓട്ടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു, തമാശിച്ച് ചിരിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു രാഷ്ട്രീയ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പോലെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം ഇത്രയും വിനാശം വിതയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രബലനായിട്ടുള്ള ഒരു ശത്രുവായി തന്നെ ഇരിക്കണം. കാരണം അശോക വാട്ടികയ്ക്ക് നാമാവശേഷമായി പോലും. എന്താണ് ശോകവാട്ടിക എന്ന് പേര് വെക്കേണ്ടി വരും, അതേപോലെ ആയി തീർന്നിരിക്കുന്നു. അവിടെ ഒറ്റ മരം പോലും ശേഷിക്കുന്നില്ല നേരെ നിൽക്കുന്നത്. മുഴുവൻ മരത്തിനെ ഒന്നുകിൽ പിഴുത് മറിച്ചിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓടിച്ച് രണ്ടായിട്ട്. ഇത്രയും വലിയ വലിയ തടിയുള്ള അശോക വൃക്ഷങ്ങളായിരുന്നു അവിടെ മുഴുവൻ. എല്ലാത്തിനെയും നേരെ നിൽക്കുന്ന ഒരു സാധനം പോലും ഇല്ല. എന്താണുള്ളത്? അവിടെ ഉണ്ടായിരുന്ന തടാകങ്ങളെല്ലാം കിളച്ചു മറിച്ച് അതിനകത്ത് ഏതോ മൃഗങ്ങൾ വന്ന് ചാടിയതുപോലെ ഉള്ളു കിളച്ചു മറിച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് അതിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഇരിപ്പിടങ്ങളെയൊക്കെ മറിച്ചിട്ടിരിക്കുന്നു. പൂച്ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നിന്നിരുന്ന പൂച്ചെടികളൊക്കെ ഓടിച്ച് പറിച്ച് താഴെ ഇട്ടിരിക്കുന്നു. പുഷ്പങ്ങളൊക്കെ ചതഞ്ഞിറഞ്ഞു കിടക്കുന്നു. എന്ത് സംഭവിച്ചു എന്ന്. ആ വലിയ വലിയ കല്ലുകളൊക്കെ തകർന്നു കിടന്നിട്ട് അതിനകത്ത് നിന്ന് ഇപ്പോഴും പൊടിപടലങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. സെമിത്തേരി അല്ലെങ്കിൽ ശവപ്പറമ്പ് എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇപ്പൊ അശോക വാട്ടികയുടെ അവസ്ഥ. ആ സമയത്താണ് ഇവളാരാണ് ഓടി വരുന്നത്, ആ രാക്ഷസി. എന്തിനാണ് ഈ രാക്ഷസി ഓടുന്നതെന്ന് അവര് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് ഇപ്പൊ അവളുടെ ശബ്ദം കേൾക്കാം. എന്ത് വിളിച്ചിട്ടാണ് അവൾ ഓടി വരുന്നത്? ഹരി 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 എന്ന് വിളിച്ചിട്ടാണ് ഓടി വരുന്നത്. അവർക്ക് കേട്ടിട്ട് പരിചയമൊന്നുമില്ല. കാരണം ലങ്കയിൽ ആരും അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടേ ഇല്ല. ഹരി എന്ന വാക്ക് എവിടെ കേൾക്കാനാണ് ലങ്കയിൽ? എന്താണ് ഹരിയുടെ അർത്ഥം? ഹരിയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം ഈ ഓടുന്നതിനിടയ്ക്ക് അങ്ങനെ അങ്ങനെ ഒരേ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഹരി 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 എന്ന്. ഇനി എന്തോ പ്രേതത്തിനെ കണ്ട് പേടിച്ചോടി വരുന്നത് പോലെയാണ് തോന്നുന്നത്. രാക്ഷസന്മാർ വിചാരിച്ചു ആരെ കണ്ടിട്ടാണ് ഇത്ര പേടിക്കുന്നത്? ഏറ്റവും പേടിക്കുന്ന വികൃതമായിട്ടുള്ള രൂപമുള്ള നമ്മള് ഇനി ആരെ കണ്ടിട്ട് പേടിക്കാനാണ്? ഇവ പ്രേതത്തിനെ പോലും കണ്ടിട്ട് പേടിക്കാൻ വേണ്ടിയിട്ട് പ്രേതം വരെ നമ്മളെ പേടിച്ചു പോകും. അതുപോലുള്ള രൂപവും പിന്നെ എന്താണ് ശബ്ദവും ആ ക്രൂരകൃത്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി ഇവളാരെ കണ്ടിട്ട് പേടിക്കാനാണെന്ന് പറഞ്ഞ് കുറച്ചു പേര് എന്ത് ചെയ്തു? അല്ല, അതിനു മുന്നേ രാക്ഷസി ഓടി വന്നിട്ട് അവിടെ വന്നപ്പോഴേക്കും ഖേദിച്ചുകൊണ്ട് മുട്ടും കുത്തി അവിടെ ഇരുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അവൾ പറയുകയാണ് ഹരി 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 എന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഭയന്ന് വിറച്ച് ഇരിക്കുന്നത് പോലെ. അവളെ സമാധാനിപ്പിച്ച്, മിണ്ടാതിരി മിണ്ടാതിരി, എന്തിനാണ് നീ കിടന്ന് ഓടുന്നത്? എവിടുന്നാണ് നീ ഓടി വരുന്നത്? ആരാണ് നിന്നെ പേടിപ്പിച്ചത് എന്നും പറഞ്ഞ് അവരെല്ലാവരും ആരെ സമാധാനിപ്പിച്ചു? ആ രാക്ഷസിനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് കുറച്ചു പേരെ എങ്ങോട്ട് പോയി? അവൾ ഓടി വന്ന ആ സ്ഥലത്തേക്ക് വീണ്ടും പോയി. എന്നിട്ട് പോയ വഴി അവരെല്ലാം വീണ്ടും തിരിച്ചു വന്നു. എന്താണ്? ഒരേ ശബ്ദത്തിൽ നിലവിളിക്കുന്നു, ഹരി 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 എന്ന്. അപ്പൊ ഇവിടെ നിന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ ആശയക്കുഴപ്പമായി. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ സമയത്ത് അവർ ഇങ്ങോട്ട് വരുന്ന ആ കൂട്ടം രാക്ഷസിമാരുണ്ടല്ലോ, അവർ തന്നെയായിരുന്നില്ല, അതിന്റെ പിന്നാലെ ഒരാൾ ഉണ്ടായിരുന്നു. ആര്? ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള വാനരൻ. ആ വാനരൻ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. നേരത്തെ പോയിരുന്ന രാക്ഷസിയില്ല ആദ്യം പോയിരുന്നവൾ, അവളെ ഈ കൊരങ്ങനെ എന്തോ കോപ്രായം കാണിച്ച് മുഖമൊക്കെ കാണിച്ച് വികൃതമാക്കി കാണുമായിരിക്കും. അത് കണ്ട് പേടിച്ചിട്ടാണ് അവൾ ഓടി വന്നത്. ഈ പോയ ആൾക്കാരെ അതേ പരുവത്തിലാക്കിയിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആ ഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആ വാനരന്മാരുടെ സംസ്കൃതത്തിലെ വാക്കാണ് ഹരി എന്ന് പറയുന്നത്.
ഈ രാക്ഷസിമാരെല്ലാം ആദ്യമായിട്ട് കാണുകയുണ്ട് ഇത്രയും വലിയൊരു കുരങ്ങൻ. ഇത്രയും വലിയൊരു കുരങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഭയങ്കര വികൃതിയായിട്ട് ഓടി വരികയാണ്. എന്താണ് കാരണം? ഹനുമാന് ഭയങ്കര സന്തോഷമാണ്. എന്താണ് അവരെല്ലാം വിളിച്ചോണ്ട് ഓടുന്നത്? ഹരി 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 എന്ന്. ഹരി എന്ന് പറഞ്ഞാൽ ആരാണ്? വിഷ്ണുവിന്റെ പേരും കൂടിയാണ് ഹരി എന്ന്. അപ്പോ സ്വന്തം സ്വാമിയുടെ പേര് വിളിക്കുമ്പോ ആർക്ക് സന്തോഷം വരും? നമ്മുടെ ഹനുമാന് സന്തോഷം വരാതെ ഇരിക്കുമോ? അതിന്റെ കൂടെ സന്തോഷത്തിന്റെ കൂടെ കൂടുതൽ വികൃതിത്തരവും കൂടെ ആയി ഹനുമാന്. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്നിട്ട് ഹനുമാൻ ഇവരുടെ മുന്നിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്? അവിടെ കാണുന്ന മരക്കുറ്റികളും അവിടെ എല്ലാം നശിപ്പിച്ചിട്ടേക്കുവാണ്. ഇനി അതിനകത്ത് ചെയ്യാനൊന്നും ഇല്ല വികൃതിത്തരം. പക്ഷേ അവിടെ നിന്നും എന്ത് ചെയ്യുകയാണ്? ആ മരക്കുറ്റിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അത്രയും വലുതായിരുന്ന ഹനുമാൻ പെട്ടെന്ന് ചെറുതായിട്ട് ഓടി എവിടോട്ട് പോയി. ഇവര് പിന്നെ അത്ഭുതപ്പെട്ടു നിന്നു. എവിടെ പോയി? ഇത് എവിടുന്ന് വന്നു? എങ്ങോട്ട് പോയി എന്നൊന്നും മനസ്സിലാകുന്നില്ല. ആരായിരുന്നത്? രാക്ഷസിമാരെല്ലാം കൂടി ഇപ്പൊ അവര് ആളെ കണ്ടില്ല. കാരണം ഇത്രയും നേരവും വലിയൊരു കുരങ്ങൻ ഭീമാകാരനായിട്ടുള്ള ഒരു വാനരൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരെയും കാണുന്നില്ല. ചെറുതായിട്ട് എവിടെയോ ഓടി ഒളിച്ചിരിക്കുന്നു. എവിടുന്നാണ് വന്നത്? ഈ ക്രമീകരണങ്ങളെല്ലാം വന്നിട്ട് തകർത്തെറിഞ്ഞുകൊണ്ട് അത്രയും സുരക്ഷയുള്ള ഈ ഒരു അശോക വാടികയിൽ എവിടുന്നായിരിക്കും ഇവ വന്നത്? ഇനി അവര് അവിടെ മുഴുവൻ എക്സാമിൻ ചെയ്തപ്പോ അവർക്ക് അത്ഭുതം. മുഴുവൻ അശോക വാട്ടികയും ഒരു ഒറ്റ മരം പോലും വെക്കാതെ എന്ത് ചെയ്തിരിക്കുന്നു? നശിപ്പിച്ച് ഒരു ശവപ്പുറമ്പാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷെ ഒറ്റ മരത്തിനെ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. എന്താണ്? സീത ഇരിക്കുന്ന ആ മരത്തിന് ഒരു കുലുക്കവും വന്നില്ല. അതിന്റെ ചുറ്റിനും ഒരു നാശനഷ്ടവും ആ കുരങ്ങൻ വരുത്തിയിട്ടേ ഇല്ല. ശിംഷഭ വൃക്ഷവും സീതയും ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അവര് ചിന്തിച്ചു, ഈ വാനരനും സീതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുന്നു? അല്ലെങ്കിലും കുരങ്ങനും ആ സീതയും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാകാനാണ്? ഇനി ആരോ വിചാരിക്കുന്ന ഇവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ എവിടെയോ കേട്ടതുപോലെ അല്ലെങ്കിൽ കണ്ടതുപോലെയൊക്കെ ഓർമ്മ. പക്ഷെ ഉറക്കത്തിലായിരുന്നത് കൊണ്ട് സ്വപ്നമാണോ സത്യമാണോ എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എല്ലാരും വന്നിട്ട് അപ്പോഴേക്കും ത്രിജട ഓടി വന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവളെ ശല്യപ്പെടുത്തരുതെന്ന് എല്ലാരും ചുറ്റിനും കൂടിയിരിക്കുകയാണ് സീതയുടെ. അപ്പൊ ഉടനെ ത്രിജട ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇവളെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ എന്റെ സ്വപ്നം ഫലിച്ചില്ലേ? ലങ്കയുടെ നാശം അടുത്തെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് ത്രിജട ഓടി വന്നതോടുകൂടി എല്ലാരും സീതയുടെ ചുറ്റും കൂടിയിട്ട് ചോദ്യങ്ങൾ അസഹ്യമായ വിധത്തിൽ സീതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. രാക്ഷസിമാരെ ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? നീ പറ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ മുഴുവൻ ഈ ശവപ്പറമ്പ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇവിടെ വന്നത്? എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ മാത്രം ഉണർന്നിരിക്കുവായിരുന്നല്ലോ. എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്നിട്ട് എന്താ നീ കണ്ടത്? ഇവിടെ എന്ത് നടന്നതാണ് നീ കണ്ടത്? ആ കുരങ്ങൻ നിന്നോട് വല്ലതും സംസാരിച്ചോ? അതോ അവനോട് നീ വല്ലതും സംസാരിച്ചോ? എന്താ നീ അവനോട് സംസാരിച്ചത്? ഇനി എവിടെ പോയി അവനെ അറിയാമോ നിനക്ക്? ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ അവനെ കാണാനുമില്ല. എങ്ങോട്ടാണ് പോയി? അവന്റെ അടുത്ത പദ്ധതി എന്താണ്? ഇതൊക്കെ സീതാമാതാവിനോട് ചോദിച്ചപ്പോ സീതാമാതാവ് എല്ലാരെയും നോക്കുകയാണ്. എല്ലാം പേടിച്ച് വിറച്ച് ആകെ ചിന്താക്കുഴപ്പത്തിലായി ആശയക്കുഴപ്പത്തിലായിട്ട് നിൽക്കുകയാണ്. സീതാമാതാവിന് ചിരി അടക്കാൻ വയ്യ. സീതാമാതാവ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് വളരെ എന്താണ് പിന്നെ ഒന്നുമേ അറിഞ്ഞിട്ടില്ലാത്ത ഭാവത്തിൽ പറഞ്ഞു, ചിരി അടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഭയങ്കര ഗാംഭീര്യമുള്ള ഭാവത്തിൽ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ആ വാനരൻ ആരായിരുന്നെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ നിന്നാണ് വന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനും പേടിച്ചു പോയി. ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഞാനും കണ്ണു തുറന്നൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പേടിച്ചരണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വന്നു. ഞാൻ വിചാരിച്ച് രാക്ഷസൻ ആ രാവണൻ വന്നിട്ട് വാനരന്റെ രൂപത്തിൽ വരികയാണെന്ന് വിചാരിച്ച് ഞാനും കൂടെ പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും അവനോട് സംസാരിച്ചില്ല എന്ന് സീതാമാതാവ് അവരോട് പറഞ്ഞു. എന്തിനാണ് സീതാമാതാവ് കള്ളം പറഞ്ഞത്? സീതാമാതാവിനെ അറിയാമല്ലോ അത് ആരാണെന്നും. എന്തിനാണ് സീതാമാതാവ് കള്ളം പറഞ്ഞത്? ധർമ്മത്തിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് സീത. കള്ളം പറഞ്ഞത് എന്തിനാണ്? ആചാര്യന്മാര് പറയുന്നു, ചില സന്ദർഭങ്ങളിൽ 5 സന്ദർഭങ്ങളിൽ കള്ളം പറയാം. ഒന്നെന്താണ്? വിവാഹകാലേ, ഒരു മംഗളകർമ്മമായ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ചില കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പറയുന്നു. ഇനി രണ്ടാമത് എന്താണ്? രതി സംപ്രയോഗേ. എന്താണ്? വളരെ സ്നേഹമുള്ള വ്യക്തികൾ തമ്മിൽ അഗാധമായ പ്രണയത്തിലിരിക്കുമ്പോൾ ചില കള്ളത്തരങ്ങൾ അവർക്ക് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ തവണ പ്രാണ ത്യാഗേ, അതായത് ആരെങ്കിലും മരണപ്പെടും എന്നുള്ള അവസ്ഥയിൽ
ആ അവസ്ഥയിൽ നിന്നും അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കള്ളം പറയാം എന്ന് പറയുന്നു. പിന്നെ എന്താണ്? സർവധന അപഹാരേ, അതായത് ആരെങ്കിലും വന്ന് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ പിന്നെ എന്താണ് അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ അതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് ചില കള്ളങ്ങളൊക്കെ പറയാം. ഏറ്റവും അവസാനം എന്താണ്? മിത്രസ്യ ച അർത്ഥേ, ഒരു സുഹൃത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ ജീവിതത്തിനെ അപകടത്തിലാക്കുന്നതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയാം. ഈ 5 കാര്യങ്ങളിൽ കള്ളം പറയാം എന്ന് ആചാര്യന്മാർ പറയുന്നു. എന്തൊക്കെയാണ്? വിവാഹകാലേ, രതിസംപ്രയോഗേ, പ്രാണത്യാഗേ, സർവധന അപഹാരേ, മിത്രസ്യ ച അർത്ഥേ. ഈ 5 കാര്യങ്ങൾ. ഇവിടെ സീതാമാതാവ് എന്തിനാണ് കള്ളം പറഞ്ഞത്? ഹനുമാൻ എന്ന മിത്രത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹനുമാന്റെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നിട്ട് എനിക്കറിയുകയേ ഇല്ല എന്ന് സീതാമാതാവ് പറഞ്ഞത്. കാരണം രാവണൻ ഹനുമാൻ എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ അറിയുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായി മാറും. കോപം കൊണ്ട് രാവണൻ എന്ത് ചെയ്യും എന്ന് അറിയില്ല എന്ന് സീതാമാതാവ് ഭയന്നു. അത് കാരണം സീതാമാതാവ് എന്ത് ചെയ്തു? കള്ളം പറഞ്ഞു. സീത ഇങ്ങനെ എന്ത് പറഞ്ഞു? അറിയില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോഴേക്കും രാക്ഷസിമാരെല്ലാം വന്നിട്ട് അവിടെ എല്ലാം നടന്ന് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ചുറ്റുപാട് നോക്കിയപ്പോഴേക്കും അശോകവാടികയുടെ കവാടത്തിന്റെ മുന്നില് എന്ത് സംഭവിച്ചിരിക്കുന്നു? കാവലിൽ നിർത്തിയിരിക്കുന്ന ആ ആൾക്കാരെല്ലാം ചത്തുമലച്ചു കിടക്കുന്നു. ആര്? രാക്ഷസന്മാർ. ആകെ 3-4 പേര് രാക്ഷസന്മാരുണ്ട് അവിടെ. അവര് മാത്രമേ എന്തുള്ളൂ അവിടെ നിൽക്കാൻ വന്നിട്ട് അവർക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് അവരെ നോക്കിയപ്പോഴേക്കും അവരെ മരിച്ചു കിടക്കുന്ന, അതും ഭയങ്കര മൃഗീയമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊന്നിരിക്കുന്നത്. അത് അവരുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവരെ വന്ന് ആക്രമിച്ച് കൊന്നതുപോലെയാണ്. അവർക്ക് തിരിച്ചടിക്കാൻ പോലുമുള്ള ഒരു സമയം കിട്ടി കാണത്തില്ല. അതുപോലെയാണ്. ആരാണ് ഈ തരത്തിൽ ഇവിടെ നശീകരണ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ഇതൊക്കെ നടന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഒന്നുകിൽ നമ്മൾ കുടിച്ച് മത്തരായിട്ട് കിടന്ന് ഉറങ്ങുകയായിരിക്കണം, അല്ലെങ്കിൽ ഈ പ്രകാരം ഇതെല്ലാം ചെയ്ത് ഇപ്പൊ ഇവിടുന്ന് പോയില്ല ഒരു കുരങ്ങന്, അവന് നമ്മളെ മയക്കി കിടത്താനുള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കണം, സിദ്ധി എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇതുകൊണ്ടായിരിക്കണം നമ്മൾ ഇതൊന്നും അറിയാതെ പോയത് എന്ന് പറഞ്ഞിട്ട് ഈ രാക്ഷസിമാർ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? ഒന്നുകിൽ ഈ ഈ നാശനഷ്ടങ്ങൾ നടത്തുന്ന ആ ആളെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ ഇതെന്താണ് രാവണനോട് പറയുന്നത്. ഈ നാശം പിന്നെ നടത്തിയിരിക്കുന്ന ആ വില്ലനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശക്തി നമുക്കില്ല എന്നുള്ള കാര്യം ആ രാക്ഷസന്മാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി എന്താണ്? ഇനിയുള്ള കാര്യം രാവണനെ വിവരം അറിയിക്കുക എന്നുള്ള. ഈ 2 കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും രാവണനെ വിവരം അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം വന്നിട്ട് എങ്ങോട്ട് ഓടാൻ തുടങ്ങി? രാവണന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും സീതാമാതാവ് ചിരിച്ചു. നല്ല ദിവസങ്ങൾ വന്നെത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് സീതാമാതാവ് ചിരിച്ചു. നമുക്ക് ആ രാക്ഷസിമാരുടെ മുന്നേ പോയി അവിടെ എന്താണ് കൊട്ടാരത്തിൽ നടക്കുന്നതെന്നൊന്ന് കാണാം. അവിടെ രാജസിംഹാസനത്തിൽ ഇരുന്ന് ദശാനനൻ രാവണൻ തന്റെ എല്ലാ ഐശ്വര്യത്തോടും കൂടി ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? വളരെ കാര്യമായിട്ടുള്ള ഡിസ്കഷനാണ്. എന്ത്? ഉന്നതാധികാരികളുടെ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് രാവിലത്തെ ദിവസം അത്രയ്ക്ക് മോശമായിരുന്നു. കാരണം രാവിലെ ചെന്ന് ചാടി കൊടുത്തത് ആരുടെ മുന്നിലാണ്? സീതാമാതാവിന്റെ മുന്നിലാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? സീതാമാതാവിനെ, രാവണനും സീതാമാതാവും തമ്മിലുള്ള സംഭാഷണം നമ്മളും കേട്ടതാണ്. ഉള്ള ചീത്തയെല്ലാം രാവണനെ സീതാമാതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതൊന്നും ഓർക്കാൻ വേണ്ടിയിട്ട് രാവണന് എന്തില്ല, ഒരു സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. നേരിട്ട ലജ്ജയും നാണക്കേടും ഒന്നും ഓർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഭയങ്കര എൻഗേജ്ഡ് ആക്കി, അതായത് ഈ ഭയങ്കര തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയോ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഉന്നതാധികാരികളുടെ യോഗം. അധിക്ഷേപം ഒന്നും ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. ഒരുപാട് പേര് ഒരുമിച്ച് ഓടി വരുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. സഭയിലേക്ക് ഒരു നൂറുകണക്കിന് രാക്ഷസിമാരാണ് സഭയിലേക്ക് ഓടി വന്നിരിക്കുന്നത്. രാവണൻ വിചാരിച്ച് ആരാണ് ഇവിടെ ഇത്ര ധൈര്യം കാണിക്കുന്നത്? ആരായിരിക്കണം എന്നറിയാമോ? ഒന്നുകിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അവിടെ വരാൻ വേണ്ടിയിട്ട് പെർമിഷൻ വേണം. ഇത് രണ്ടും ഇല്ലാതെ സഭയിൽ കയറാൻ പറ്റില്ല. അതേപോലെ
ആ രാക്ഷസിമാരെ ഒന്ന് ഏഴയിലത്ത് അടുപ്പിക്കൂല രാവണൻ. അവർക്ക് അശോകവാട്ടികയിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ പ്രാന്തപ്രദേശത്ത് മാത്രമേ ഉള്ളൂ അനുമതി. അവർക്ക് സഭയിൽ വരാൻ വേണ്ടിയിട്ട് അനുമതിയേ ഇല്ല. ചില ആൾക്കാരെ അടുപ്പിക്കത്തില്ല രാവണൻ. അപ്പോ ആ രാക്ഷസിമാരെല്ലാം കൂടെ കൂട്ടത്തോടു കൂടി സഭയിലേക്ക് പേടിച്ച് പരിഭ്രാന്തരായിട്ട് ഓടി വരുന്നത് കണ്ടപ്പോഴേക്കും രാവണനാണെങ്കിൽ ആകെ ദേഷ്യം വന്നു. എന്നിട്ട് നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്? എന്നാലും അവരുടെ മുഖം കണ്ടപ്പോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, കാര്യമുള്ള വല്ല കാര്യമാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും അവസ്ഥ എന്തായിരിക്കുമെന്ന് രാവണന് പോലും പറയാൻ പറ്റൂല. അതേപോലെയാണ് രാവണൻ വന്നിട്ട് ദേഷ്യപ്പെട്ട് നിന്നത്. എന്നിട്ട് രാവണൻ എന്താണ് എല്ലാവരെയും നോക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പൊ രാവണനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കയ്യിലിരുന്ന പാനപാത്രം എടുത്ത് ഒറ്റയേറ അവരുടെ മേത്തേക്ക്. എന്താണ് അപ്പോഴേക്കും നിശബ്ദരായി എല്ലാം. കാരണം രാവണന്റെ ദേഷ്യം പ്രകടിപ്പിച്ചപ്പോഴേക്കും നിശബ്ദരായി. എന്നിട്ട് രാവണൻ നോക്കിയപ്പോഴേക്കും ആ കൂട്ടത്തിൽ രണ്ടുപേരാണ് രാവണന് ആകെപ്പാടെ വിശ്വാസമുള്ളത്, ത്രിജടയും ശൂർപ്പണഖയും. ത്രിജടയും ശൂർപ്പണഖയും നോക്കി രാവണൻ പുരിക അണക്കി. എന്താണ് സംഭവിച്ചതെന്ന് ചുമ്മാ ചോദിച്ചു പോലുമില്ല. പുരിക അനക്കിയപ്പോഴത്തേനും ത്രിജട സംസാരിക്കാൻ തുടങ്ങി. പ്രഭു, അങ്ങേക്ക് ഞങ്ങൾ ഒരു അശുഭ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങയുടെ പ്രിയപ്പെട്ട രാജ ഉദ്യാനം അശോകവാട്ടിക തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഒരേ ഒരു കുരങ്ങൻ, ഒരു വാനരനാണ് ഈ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. എത്ര വിവേകത്തോടു കൂടിയാണ് അവൻ അതെല്ലാം ചെയ്തിരിക്കുന്നത്! അത്ഭുതാവഹമാണ്. അവന്റെ ശക്തിയും അവന്റെ നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവരിക്കാൻ പറ്റുകയില്ല പ്രഭു. കണ്ടാൽ തന്നെ നമ്മളെല്ലാം ഞെട്ടിത്തരിച്ചു പോകും. അതുപോലുള്ള ഭീമാകാരമായ രൂപമാണ് അവൻ്റെത് എന്ന് പറഞ്ഞ് ത്രിജട നിർത്തി. ആദ്യമായിട്ടാണ് എല്ലാവരും നോക്കി നിൽക്കുക. രാവണൻ കരഞ്ഞുപോയി ഇത് കേട്ടപ്പോഴേക്കും. ആരും രാവണനെ ഇതുപോലുള്ള ബലഹീനമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കണ്ടിട്ടേ ഇല്ല. ലിറ്ററലി രാവണന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്ന് രാവണൻ കരയാൻ തുടങ്ങി. കാരണം രാവണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യാനം, അതും സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള ഒരു രാജ്യ ഉദ്യാനമാണ് അശോകവാട്ടിക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ഉദ്യാനം അത് തകർന്നു എന്ന് കേട്ടപ്പോഴേക്കും രാവണൻ ലിറ്ററലി കരയാൻ തുടങ്ങി. എന്നിട്ട് അത് മാത്രമല്ല, അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഈ കരച്ചിലൊക്കെ ഇപ്പോഴത്തേനെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് മൂഡ് ചേഞ്ച് ചെയ്ത് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുള്ള രാവണനെ പിന്നെ പിടിച്ചാൽ കിട്ടൂല എന്നവർക്ക് മനസ്സിലായി. എന്നാലും അപ്പോഴേക്കും പെട്ടെന്ന് രാവണൻ എന്താണ് അടുത്തത് ചോദിച്ചെന്നറിയാമോ? സീത എവിടെ? സീത സുരക്ഷിതയാണോ എന്നാണ് രാവണൻ ചോദിച്ചത്. അതപ്പോഴെ അശോകവാടികയ്ക്കകത്ത് എന്തെങ്കിലും അശോകവാടികയേക്കാൾ കൂടുതൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ സീതയാണ്. അപ്പോ എന്താണ് ആദ്യം ചോദിച്ചത്? സീത എവിടെ? സീത സുരക്ഷിതയാണോ എന്നാണ് ചോദിച്ചത്. രാക്ഷസിമാര് പറഞ്ഞു, അത്ഭുതം എന്ന് പറയട്ടെ, ആ ഒരു ഒറ്റ സ്ഥലം മാത്രമേ ഒരു പോറൽ പോലും ഏക്കാതെയുള്ളൂ. എവിടെ? ശിംശപ വൃക്ഷം, അതിന് താഴെ സീത ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം വന്നിട്ട് നശിപ്പിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ശവപ്പറമ്പാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് അശോകവാട്ടിക അല്ല പ്രഭു, ശോകവാട്ടിക എന്നാണ് ഇനി അതിന് പേരിടേണ്ടത്. എങ്ങനെയാണ് എന്നിട്ട് ഈ ഒരു വാനരൻ ഈ പ്രകാരം ഇവിടെ ആ നാശനഷ്ടങ്ങളെല്ലാം പിന്നെ ചെയ്തിട്ട് സീതയെ ഉപദ്രവിക്കാതെ പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ സീതയോട് ആദരവ് കാണിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയെല്ലാം നശീകരണം ചെയ്തിട്ട് അയാൾ ക്ഷീണിച്ചു കാരണം, ആ വാനരൻ ക്ഷീണിച്ചത് കാരണമായിരിക്കും. പക്ഷെ അവനെ കണ്ടിട്ട് ക്ഷീണിച്ചതാണെന്ന് തോന്നുന്നില്ല. എന്തോ സംശയമുണ്ട് ഞങ്ങൾക്ക്. ആ വാനരൻ കുറച്ചു സമയമായിട്ട് സീതയോട് സംസാരിച്ചോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ അത് ശരിയാണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ആ സമയത്ത് ഞങ്ങള് പകുതി ഉറക്കത്തിലായിരുന്നിരിക്കണം. അതുകൊണ്ട് കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. രാവണനാണെങ്കിൽ ഇത് കേട്ടപ്പോഴേക്കും ദേഷ്യം, ആ ദുഃഖം വഴിമാറി കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് ദേഷ്യം നൊരഞ്ഞു പൊന്താൻ തുടങ്ങി രാവണന്റെ ഉള്ളിൽ. എന്താണ് വിശദാംശങ്ങൾ ഓരോരുത്തരും പറയുമ്പോഴേക്കും രാവണൻ പല്ല് കടിച്ച് പല്ലിറമ്പി ദേഷ്യം കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പോവുകയാണ്? പൊട്ടാൻ പോകുന്ന അഗ്നിപർവ്വതം പോലെ നിൽക്കുകയാണ്. ചോദിക്കണം എന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ പിന്നെ എന്തോത്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചിട്ട് വലിയ പ്രയോജനമില്ല, കാരണം എല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ചോദിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇനി എന്താണ്? ആ നാശം വിതച്ച ആളെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ അവനെ കൊല്ലണം. ഇതാണ് സംഭവം. ഇനി എന്താണ്? അഗ്നിപർവ്വതത്തിന്റെ അകത്തേക്ക് വീണ്ടും വീണ്ടും കുറെ ലിറ്റർ കണക്കിന് എണ്ണ കോരി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ അത് വന്നിട്ട് ആളി കത്തുന്നത്, അതേപോലെയാണ് ഇപ്പൊ രാവണന്റെ ദേഷ്യം എന്ന് പറയുന്നത്. കയ്യും പല്ലും ഒക്കെ ഞെരിച്ച് അമർത്തിയിട്ട് അവിടെ നിന്നിട്ട്
മുഖമൊക്കെ ഫ്യൂം ചെയ്തിരിക്കുകയാണ്. എണ്ണ വരുന്നത് പോലെയാണ് കണ്ണിൽ നിന്നും വെള്ളം വരുന്നത്. ഇപ്പോഴും കരയുന്നുണ്ട്, പക്ഷെ എന്നാലും ദേഷ്യം കരച്ചിലിനെ ഓവർകം ചെയ്തിരിക്കുകയാണ്. എന്താണ് രാവണൻ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ആ അശോകവാട്ടികയിൽ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? ഹനുമാൻ അറിയാം. ഹനുമാൻ അവിടെ വളരെ സമാധാനമായിട്ട് നാശം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്താണ് കൊള്ളേണ്ടടത്ത് തന്നെ കൊണ്ട് കാണും. എന്താണ് പ്രശ്നം? രാവണനെ കൊള്ളേണ്ടടത്ത് തന്നെ കൊണ്ട് കാണും. നല്ല വേദന ഉണ്ടായി കാണും രാവണൻ ഈ വാർത്ത കേൾക്കുമ്പോഴേക്കും എന്ന് ഹനുമാൻ അറിയാം. അപ്പോഴേക്കും ഹനുമാൻ ഭയങ്കര ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അവിടുന്ന് ആരെങ്കിലും വരണം. എന്ത് ഈ വാർത്ത അറിഞ്ഞിട്ട് പിടിച്ചു കെട്ടാൻ വേണ്ടിട്ട് ആരെങ്കിലും വരുമല്ലോ, അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഹനുമാൻ ആരെ ഓർത്തു? ജടായുവിനെ ഓർത്തു. ജടായു എന്ത് ചെയ്തു? രാമന് സീതാമാതാവിന്റെ ദൂത് കൊടുക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, എന്ത് ചെയ്തു? രാവണനെതിരെ യുദ്ധം ചെയ്യുക കൂടി ചെയ്തില്ല. അതേപോലെ ഞാനും ചെയ്യും എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഈ എന്താണ് ഈ അഹങ്കാരികളായ രാക്ഷസന്മാർക്ക് ആരാണ് ശ്രീരാമൻ, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്താണെന്നൊന്ന് അറിയിക്കണം. ഒന്നാമത്തെ കാര്യം, രാമന്റെ ദൂതൻ ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ രാമൻ എത്ര സ്ട്രോങ് ആയിരിക്കുമെന്ന് അവർക്ക് ഒരു ചെറിയ ഒരു സൂചന കൊടുക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവരുടെ സ്ട്രെങ്ത്, ശക്തി എന്താണെന്ന് അറിയണം, അവരുടെ ബലഹീനത എന്താണെന്ന് അറിയണം. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളും വേണം. അത് മാത്രമല്ല, അവസാനം രാവണനെ ഒന്ന് കാണണം. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന്റെ മനസമാധാനം കൂടി നശിപ്പിച്ചിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ 4 കാര്യങ്ങൾക്കാണ് ആര് വെയിറ്റ് ചെയ്യുന്നത്? ഹനുമാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒന്ന്, ശ്രീരാമന്റെ ശക്തി എന്താണെന്ന് അറിയിക്കണം. രണ്ട്, അവരുടെ ശക്തി എന്താണെന്ന് കാണണം. വാറിന് മുന്നേ, അതായത് യുദ്ധത്തിന് മുന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ എന്തൊക്കെ ശക്തിയാണ് ഈ രാക്ഷസന്മാർക്കുള്ളതെന്ന്. മൂന്ന്, അവരുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കണം. 4, ഒന്ന് കാണണം നേരിട്ട്. ആരെ? ആ രാക്ഷസരാജനെ. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സമാധാനം തകർത്തിട്ട് എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ. കാരണം ഈ വരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു, സീതാമാതാവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താണ് എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിടിയിലാകപ്പെടാനും രാവണനെ കാണാനും അവിടെ ഇവിടെയും പരതി നടക്കാനും ഒന്നും ആർക്ക് സമയമില്ലായിരുന്നു. ഹനുമാന് സമയമില്ലായിരുന്നു. ഇപ്പൊ എന്താണ് കണ്ടു, രാമന്റെ ദൂത് നൽകി, തിരിച്ച് സീതാമാതാവിന് പറയാനുള്ളത് കേട്ടു. ചൂടാമണി, അതായത് ഉത്തരമോദനം കൊടുത്തിട്ട് ചൂടാമണി തിരിച്ചു വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് രാമനെ കാണാൻ പോവുകയാണ്. ഇനി അവർക്ക് ആവശ്യത്തിന് പണിഷ്മെന്റ് കൊടുക്കേണ്ട സമയമായില്ലേ? ആയല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും എന്താണ്, അവർക്ക് ഏത് വഴിയാണ് അറിയാവുന്നത്? സാമം, ദാനം, ഭേദം, ദണ്ഡം, ഈ 4 കാര്യങ്ങളിൽ ഏത് വഴിയാണ് അവർക്ക് അറിയുന്നത്? 3 വഴിയൊന്നും അറിയൂല. ആകെ ഒറ്റ വഴി അറിയത്തുള്ളൂ. ആർക്ക്? ഈ രാക്ഷസന്മാർക്ക്. എന്തിന്റെ വഴി? ദണ്ഡം, അതായത് പണിഷ്മെന്റിന്റെ, കയ്യൂക്കിന്റെ വഴി മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അതിന് തക്കതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അശോകവാട്ടിക അശോകവാട്ടിക എന്ന് പറയുന്നതും ഇല്ല. അവിടെ ഇപ്പൊ എക്സിസ്റ്റേ ചെയ്യുന്നില്ല. മൊത്തം നശിപ്പിച്ച് നാരായണകല്ല് പിടിപ്പിച്ചേക്കുകയാണ്. അവിടെ കാണുന്ന ഭാഗത്തല്ല. അത് മാത്രമല്ല, അശോകവാടികയുടെ നാശം ഹനുമാൻ തന്നെ നിന്ന് കാണുകയാണ്. ഇങ്ങനെ എഴുന്ന് കയ്യും കൊടുത്ത് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴേക്കും എന്താണ് കാണാം, അവിടെ മരത്തിന്റെ മേലും ആ പാറക്കല്ല് പൊടിഞ്ഞിരിക്കുന്ന ഇപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും അവിടെ ഇവിടെ മരത്തിന്റെ അകത്തും പിന്നെ തടാകത്തിന്റെ അടുത്തും എല്ലാം കിടക്കുകയാണ്. എന്താണ്, ഓരോരോ രാക്ഷസന്മാര് ഇങ്ങനെ അംഗഭംഗം വന്ന് ചത്തുമലച്ച് കിടക്കുകയാണ്. അപ്പൊ ഹനുമാന് സ്വന്തം പ്രവൃത്തിയിൽ ഭയങ്കര അഭിമാനം തോന്നി. ഹനുമാൻ വന്നിട്ട് തീർച്ചയായിട്ടും രാവണൻ ഇതിന്റെ എന്താണ് അഹങ്കാരത്തിനേറ്റ അടിയായിരിക്കും രാവണന്റേതെന്ന് മനസ്സിലായി. അവസാനം രാവണൻ എന്തായാലും ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെയാണല്ലോ, അഹങ്കാരത്തിന് ആരെങ്കിലും പ്രഹരിക്കുമ്പോ എന്തായാലും ഇതിന് പ്രതികാരം ചെയ്യാൻ വരും. അപ്പോഴേക്കും ഈ ഒരു നേർക്കുനേർ കാണാൻ വേണ്ടിയിട്ട്, ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു നേർക്കുനേർ കാണാൻ വേണ്ടിയിട്ട്. എന്നാലും പദ്ധതി പഴുതില്ലാത്തതായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അശോകവാട്ടികയുടെ കമാനം അവിടെ ഉണ്ടായിരുന്നു. ആ കമാനത്തിന്റെ അടുത്ത് എന്ത് ചെയ്തു, അവിടെ ഒരു പഴവും കടിച്ചുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ആര് വെയിറ്റ് ചെയ്തു? ഹനുമാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യുകയാണ് രാവണൻ അവിടെ ദേഷ്യം പിടിച്ച് എന്താണ് പല്ലും കടിച്ച് അഗ്നിപർവ്വതം പുകയുന്നത് പോലെ പുകഞ്ഞിട്ട് എന്താണ് ചെയ്തത്? 80,000 രാക്ഷസന്മാർ, കിങ്കരന്മാരെന്നാണ് അവരുടെ പേര്. അതിന്റെ കൂട്ടത്തില് ഒരു ലീഡർ അവരെ വിട്ടു. എന്തിനാണ് ഈ നാശനഷ്ടം വരുത്തിയത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവരെല്ലാരും കൂടെ വന്നു. അശോകവാട്ടികയുടെ ആ കമാനം കണ്ടു. മൊത്തം പൊടിപടലമാണ്. എന്താണ്,
അശോക വാട്ടികയെ കാണാൻ പോലുമില്ല, ഫുള്ള് പൊടിപടലമാണ്. ലങ്കയുടെ രാജോദ്യാനം, പേര് എന്താണ്? അശോക വാട്ടിക എന്ന പേര് രാവണന് അത്ര പ്രിയപ്പെട്ടതാണ്. അത് മാത്രമല്ല വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എന്ത് ചെയ്തിരിക്കുന്നു? ശവപ്പറമ്പായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോഴും അവിടെ പൊടിപടലങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആകെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഊര് പുറലും ഏൽക്കാത്തത്. എന്തായിരുന്നു? ശിംശപ വൃക്ഷത്തിന്റെ താഴെ സീത ഇരിക്കുന്ന ആ വൃക്ഷത്തിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ എല്ലാം തിരഞ്ഞു നടന്നിട്ട് സീതയുടെ അടുത്ത് ചെന്ന് എന്ത് ചെയ്യുകയാണ്? ഈ 80,000 ആൾക്കാർ പല സ്ഥലങ്ങളിലേക്കും പോയി. ആരെ കണ്ടുപിടിക്കാൻ? അക്രമിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സീത ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും കണക്ഷൻ സീതയുടെ അടുത്ത് ഈ വാനരന് കാണും എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവര് വന്നിട്ട് ഈ എന്താണ് ഗതയും കുന്തവും അതും ഇതും ഒക്കെ എടുത്തിട്ട് 4 പാടും പോയി അന്വേഷിക്കാനും പോയി. അതിനിടയ്ക്ക് ഈ ലീഡർ വന്നിട്ട് സീതാമാതാവിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ വേണ്ടി ഒരുങ്ങിയതും ആ ഇലയുടെ, അതായത് ശിംശക വൃക്ഷത്തിന്റെ മേലെ എന്തോ അനക്കം കേട്ടു. അയാൾ അടുത്ത് പോയി മേലേക്ക് നോക്കിയപ്പോഴത്തേനും മുഖത്തൊരു സാധനം വന്ന് അടിച്ചു. എന്താണ്? പകുതി കടിച്ച ഒരു ആപ്പിൾ. അത്രയ്ക്ക് വന്നിട്ട് മുഖത്തേക്ക് അടിച്ചതും അയാൾ ആകപ്പാടെ 80,000 ആൾക്കാരുടെ നേതാവാണ്. അയാളുടെ മുഖത്തേക്ക് കടിച്ച ഒരു ആപ്പിൾ ആരോ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അയാൾ അത് അപ്രതീക്ഷിതമായിട്ട് ആപ്പിൾ മുഖത്ത് വീണതും അയാൾ താഴോട്ട് ഇറങ്ങി വന്നു. മൊത്തത്തിൽ എന്താണ്? നാണം കെട്ട് സ്തബ്ധനായി പോയി, നാണം കെട്ടുപോയി. ആരാണ് ഇപ്പൊ അതിന്റെ മണ്ടേന്ന് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്? ഏത് ആനിമൽ ആണെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ വന്നിട്ട് വിളിച്ചു. എന്നിട്ട് എന്താണ്? പേര് നോക്ക് എന്ന് പറഞ്ഞു. ആദ്യം കീറിപ്പോയ ആളുണ്ടല്ലോ, അവിടെ ചെന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അയാൾക്ക് ഒറ്റ ചവിട്ട് കിട്ടി. ഇവിടെ നേരെ വാരിയലിനാണ് ചവിട്ട് കിട്ടിയത്. ആ ചവിട്ടിൽ ദൂരെ തെറിച്ചു വീണ അയാള് ചത്തു മലച്ചു പോയി. അത്രയും ആക്രാന്തമായിട്ട് അയാൾ കരയുകയും ചെയ്തു. മരണവേദനയിൽ കരയുകയും ചെയ്തപ്പോഴേക്കും പോയി അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. ഇത്രയും ആൾക്കാരെ എന്നിട്ട് എല്ലാം കൂടി ആ ശിംശപ വൃക്ഷത്തിന് ചുറ്റും നിൽക്കുമ്പോഴേക്കും എവിടെ ഇറങ്ങി വന്നു? നമ്മുടെ ആ കഥാനായകൻ ഇറങ്ങി വരുന്നു. ഇവിടെ നിന്ന് ആ വൃക്ഷത്തിന്റെ അവിടെ നിന്ന് ഹനുമാൻ നേരെ ചാടി എവിടെ ഇരിക്കുന്നു? താഴെ ഇറങ്ങിയില്ല, വൃക്ഷത്തിൽ തന്നെ ഒരു വലിയ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിന്റെ മണ്ടയില് നിന്നു. എന്നിട്ട് ഒരു കൈ ഏണിനും കുത്തി മേലെ നിൽക്കുന്ന ഒരു ബ്രാഞ്ചിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് ആര്? ഈ 80,000 രാക്ഷസന്മാരും നായകനും കൂടെ ചേർന്നിട്ട് ഈ വാനരനെ കാണുന്നത്. കണ്ടപ്പോ തന്നെ മനസ്സിലായി സാധാരണ വാനരനൊന്നും അല്ല, യോദ്ധാവ്. കായബലം കണ്ടപ്പോഴേക്കും, ആകാരം കാണുമ്പോഴേക്കും മനസ്സിലാകും ഇവൻ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാകും. അപ്പോ ഹനുമാനാണെങ്കിൽ എന്ത് ചെയ്തു? ഈ എല്ലാവരും നോക്കുമ്പോഴത്തേന് എല്ലാവരും മുഖത്ത് ചിന്തയുണ്ടെന്ന് മനസ്സിലായതും ഹനുമാൻ ഒറ്റ ചാടിയിട്ട് എന്ത് സംഭവിച്ചു? 2 ആൾക്കാരുടെ നേരെ ചെന്നിട്ട് കാലുകൊണ്ട് ഒറ്റ ചവിട്ട് അവരുടെ തലയില്. തല തകർന്ന് അപ്പോഴേ തന്നെ അവര് അവിടെ ചത്തുമലച്ചു വീണു. ആയിരക്കണക്കിന്. പിന്നെ നേതാവാണെങ്കിൽ ആകെപ്പാടെ പേടിച്ചരണ്ടു. പക്ഷെ എന്നാലും ധൈര്യം വീണ്ടെടുത്തിട്ട് അയാള് വീണ്ടും കൂട്ടുകാരെ വിളിച്ചു. ഒരു 1000-കണക്കിന് ആൾക്കാർ വീണ്ടും ഹനുമാന്റെ ചുറ്റിനും കൂടി നിന്നു. എന്നിട്ട് അവര് കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യുകയാണ്? ഹനുമാന്റെ നേരെ എറിയാൻ തുടങ്ങുകയാണ്. ഹനുമാനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഹനുമാൻ ചിരി വന്നു. ഇവരെല്ലാം കൂടെ വന്നിട്ട് തന്റെ നേരെ വന്നിട്ട് എന്ത് ചെയ്യാൻ? യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും ഒരു കുരങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് എത്ര പേരെയാണ് രാവണൻ വിട്ടേക്കുന്നത് എന്ന് ഹനുമാൻ വിചാരിച്ചു. 1000-കണക്കിന് ആൾക്കാരാണ് വന്ന് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഓരോ ആയുധങ്ങളും വന്നിട്ട് തന്റെ നേരെ എറിയുകയാണ്. ഹനുമാൻ ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്തു? ജയ ശ്രീരാം എന്നും പറഞ്ഞ് ഒരു വിളിയും വിളിച്ചിട്ട് വട്ടം ചുറ്റി കറങ്ങി. അപ്പോഴേക്കും ഈ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് നടക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. അവർ വിട്ട ആയുധങ്ങളെല്ലാം വന്നിട്ട് തവിട് പൊടിയായി താഴെ കിടക്കുന്നതും കാണാം. അപ്പോഴാണ് മനസ്സിലായത്, ഹനുമാൻ വന്നിട്ട് തന്റെ വാലൊന്ന് ചുഴറ്റിയപ്പോഴേക്കുമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഈ ആയുധങ്ങളെല്ലാം വന്നിട്ട് തകർന്ന തരിപ്പണമായി താഴെ കിടക്കുന്നതും. ഒരിക്കലും ഇവര് പടയാളികളായതുകൊണ്ട് ഇതൊന്നും അവർ പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം അവരുടെ യുദ്ധമുറകളൊന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അത്രയ്ക്ക് വിശാരദന്മാരാണ് യുദ്ധത്തിൽ രാക്ഷസന്മാർ എന്ന് പറയുന്നത്. മായാവികളാണ്. എന്ത് ചെയ്താലും മറ്റുള്ളവരെ എന്ത് ചെയ്യും? അവര് ജയിച്ചേ അടങ്ങുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് അവർക്ക് ജീവിതത്തിൽ തോൽവി നേരിടേണ്ടി വന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവരാകെപ്പാടെ എന്ത് ചെയ്യുന്നു? ഹനുമാനാണെങ്കിൽ ആ എന്തറിയാമോ? വേഗം ഓടി ചെന്നിട്ട് ആ കമാനം ഉണ്ടല്ലോ, അവിടെ ഒരു വലിയ കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് തലങ്ങും വിലങ്ങും ഇവരെ അടിക്കാൻ തുടങ്ങി.
അവര് വന്നിട്ട് അടി കൊണ്ടതും അവരുടെ കയ്യും കാലും വന്നിട്ട് മുറിഞ്ഞു വീഴുന്നതും ചത്തു മലച്ചു പോകുന്നതും മാത്രം അവർക്കറിയാം. നിമിഷ നേരത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ഹനുമാൻ എന്ത് ചെയ്തു? ആ കമ്പി വടിയും കൊണ്ട് അടിച്ചൊരു പരുവത്തിലാക്കി. ആകെപ്പാടെ ജയ ശ്രീരാം എന്നുള്ള വിളി മാത്രമേ അവിടെ കേൾക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ അടി അടിക്കുമ്പോഴും ജയ ശ്രീരാം എന്ന് മാത്രം വിളിച്ചുകൊണ്ടേയിരുന്നു. 80,000 രാക്ഷസന്മാരും രക്തസാക്ഷികളായി മാറി ഹനുമാന്റെ അടിയിൽ. ഇനി എന്ത് ചെയ്യും? ഈ വിവരം രാക്ഷസിമാരില് ഒരാൾ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്തു. അടുത്തത് രാവണൻ ചിന്തിക്കുകയാണ്, എന്താണ് അടുത്തത്? രാവണന്റെ തുറുപ്പുചീട്ട് എന്താണ്? രാവണൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും വിനാശകാരിയായിട്ട് അശോകവാടികയെ നശിപ്പിച്ച് അതും നേരിടാൻ വേണ്ടി വിട്ട 80,000 ആൾക്കാരെയും കൊന്നിട്ട് നിൽക്കുന്ന ഒരു പ്രതിയോഗിയെ നേരിടാൻ വേണ്ടിയിട്ട് ഇനി ആരെയാണ് വിളിക്കുന്നത് എന്ന് രാവണൻ ചിന്തിച്ചപ്പോഴാണ് ഒരാളുടെ മുഖം രാവണന് ഓർമ്മ വന്നത്. ആരായിരുന്നു? രാവണന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായി. കാരണം ഒരു തുറുപ്പുചീട്ട്, ആയുധം എന്ന് പറയുന്നത് ആരാണ്? ഒരാളുണ്ട്. അയാളുടെ പേര് ജംബുമാലി എന്നാണ്. വളരെ പ്രത്യേകതയുള്ളവനാണ്. ആരാണ്? രാവണന്റെ മിനിസ്റ്റർ പ്രഹസ്തന്റെ മൂത്ത മകനാണ്. ആര്? ഈ ജംബുമാലി എന്ന് പറയുന്നത്. അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യവും കോപവുമാണ്. ഉണർന്നിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ജംബുമാലി കണ്ണി കണ്ടവരെ എല്ലാം കൊന്നുകളയും. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കൈ തരിച്ചിരിക്കുന്നത് കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് സ്വന്തക്കാരാണെന്നോ ബന്ധുക്കളാണെന്നോ രാവണന്റെ പടയാളികളാണെന്നോ ആരുമാണെന്നോ ഒന്നും ജംബുമാലി ഓർക്കാറില്ല. എണീറ്റ് നിന്ന് സ്വബോധത്തിലാണെങ്കിൽ കൈ കാണുന്നവരെയും കണ്ണി കാണുന്നവരെ എല്ലാം വന്നിട്ട് എന്ത് ചെയ്യും? തകർത്ത് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് രാവണൻ എന്ത് ചെയ്തു? ജംബുമാലിയെ വളരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് മുക്കി വെച്ചു. എവിടെയാണ് മുക്കി വെച്ചത്? ബോധം ഉണ്ടെങ്കിലല്ലേ എണീറ്റ് നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആവശ്യത്തിന് മാത്രം ബോധം മതി. അപ്പൊ അതുകൊണ്ട് രാവണൻ വലിയൊരു തടാകം ഉണ്ടാക്കി, ഒരു സ്വിമ്മിംഗ് പൂൾ. എന്ത് സ്വിമ്മിംഗ് പൂള്? അതിൻ്റെ അകത്ത് വെള്ളമല്ല, മദ്യമാണ്. എന്നിട്ട് ഈ ജംബുമാലിനെ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടുന്നു. എത്ര വേണമെങ്കിലും കുടിച്ച് മത്തനായിട്ട് നീ ഇരുന്നു, നിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നീ അനിയന്ത്രിതനാണ് എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അവനെ പിടിച്ച് അതിനകത്തിട്ടു. ജംബുമാലി ആ വെള്ളത്തിനകത്ത് കിടക്കും, വെള്ളമല്ല മദ്യത്തിനകത്ത് കിടക്കും. കിടന്നിട്ട് കണ്ണു തുറക്കും, എഴുന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസും വെച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് തന്നെ എടുക്കും, കുടിക്കും, വീണ്ടും മത്തനായിട്ട് അതിനകത്ത് തന്നെ കിടക്കും. ഇതാണ് ജംബുമാലി. ആവശ്യം വരുമ്പോൾ മാത്രം ജംബുമാലിയെ പുറത്ത് എത്തിച്ചാൽ മതി. പക്ഷെ എന്താണ്, കുടിയന്മാരിൽ ഭയങ്കര മുൻഗണനയുള്ള ആളാണ് ജംബുമാലി. അതാണ് പ്രശ്നം. അനിയന്ത്രിതമായ സ്വഭാവം കാരണം പുറത്ത് വരാനേ സമ്മതിക്കുകയില്ല, ആവശ്യത്തിന് മാത്രമേ വിളിക്കുകയുള്ളൂ. ഇപ്പോ രാവണന് മനസ്സിലായി ഇവനെ ഇറക്കേണ്ട സമയമായി. എന്താണ്? ഇവനാണ് എന്റെ ആയുധം എന്ന് മനസ്സിലായി. അപ്പോഴേക്കും ആരെ വിട്ടു? ആൾക്കാരെ വിട്ടു. അടിയന്തരാവസ്ഥയാണ് ലങ്കയിൽ. എന്താണ് പെട്ടെന്നുള്ള ഒരു ആക്രമണം, അതും രാജാവിന്റെ അല്ലെങ്കിൽ രാക്ഷസ രാജന്റെ ആ ഒരു വലിയ ഉദ്യാനം, അശോകവാടികയാണ് നശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതും ഒരു കുരങ്ങൻ. അതും സാധാരണക്കാരനല്ല കുരങ്ങൻ, 80,000 ആൾക്കാരെയും കൊന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരാള് വന്നു ജംബുമാലിയുടെ അടുത്ത്. പേടിയാണ് പോകാൻ വേണ്ടിയിട്ട്. ജംബുമാലിയുടെ അടുത്ത് എന്ത് ചെയ്തു? ഉറക്കത്തില് എന്താണ് ആ സ്വിമ്മിംഗ് പൂളിന്റെ അകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? കൈ രണ്ടും ഇട്ടിട്ട് ജംബുമാലി ഇങ്ങനെ അതിലോട്ട് ചാരി ഇരുന്ന് ആ ഒരു സ്ലംബറിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ നീന്തി വന്നിട്ട്, ഒരു രാക്ഷസൻ വന്നിട്ട് ഈ കയ്യില് പാനപാത്രം ഉണ്ടല്ലോ അതിന്റെ അകത്തേക്ക് ഒരു ആന്റിഡോട്ട് കൊണ്ടിട്ടിട്ട് പോയി. എന്ത് ആന്റിഡോട്ട്? ഈ മദ്യത്തിന്റെ കെട്ടഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കൊണ്ടിട്ടിട്ട് പോയത്. ജംബുമാലി അറിഞ്ഞില്ല. എന്നിട്ട് എന്താണ് ജംബുമാലി അടുത്തത്? അതിനകത്ത് എഴുത്ത് വെള്ളം. അപ്പോഴേക്കും ആ മരുന്ന് എന്ത് ചെയ്യുന്നു? വീണ്ടും ജംബുമാലി കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആന്റിഡോട്ടും അകത്ത് കയറി. അവരെല്ലാം പെട്ടെന്ന് ഈ വന്ന ആള് വരണ വേഗത്തിൽ തന്നെ തിരിച്ചുപോയി. അക്കരെ പോയി നിൽക്കുകയാണ് ഈ സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറത്ത്. എന്താണ്? അവരിപ്പൊ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ജംബുമാലി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നൊന്നും നോക്കൂല, കൈ കിട്ടുന്ന ആൾക്കാരെ മൊത്തം എന്ത് ചെയ്യും? അടിച്ച് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇച്ചിരി ദൂരെ മാറി നിന്നേക്കാന്ന് വിചാരിച്ച് അവരാ സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറത്ത് പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, അതിന്റെ കെട്ടിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, ജംബുമാലി എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ജംബുമാലിക്ക് മനസ്സിലായി എന്താണ്, ആരോ തന്നെ മരുന്ന് തന്ന് പറ്റിച്ചിരിക്കുന്നു എന്ന്. എന്ത് അത്യാവശ്യത്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ച് എണീപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് സ്വിമ്മിംഗ് പൂളിനകത്തുനിന്ന് പുറത്തു വന്ന് അവരെ എന്ത് ചെയ്യാൻ പോവുകയാണ്? നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞത്, നമ്മുടെ രാജാവാണ് നിങ്ങളെ എണീപ്പിക്കാൻ പറഞ്ഞത്. നമ്മുടെ രാജാവ് വളരെയധികം ആകുലചിത്തനാണ്, അദ്ദേഹമാണ് നിങ്ങളെ എണീപ്പിക്കാൻ പറഞ്ഞത്. രാജാവ് എന്ന് കേട്ടപ്പോഴേക്കും ജംബുമാലി സമാധാനമായി.
എന്നിട്ട് ജമ്പുമാലിയോട് അവരെല്ലാം പറഞ്ഞു, അടിയന്തരാവസ്ഥയാണ്, ആരോ ഒരു അക്രമി വന്നിട്ട് രാജാവിന്റെ പ്രത്യേക ഉദ്യാനം നശിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു രാജാവ് എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. അവർ ആ സമയം കൊണ്ട് ഓടി. എന്നിട്ട് ജമ്പുമാലി എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥയൊക്കെ ആയതുകൊണ്ട് എന്തായാലും രാവണനെ കണ്ടേക്കാന്ന് പറഞ്ഞ് നേരെ രാവണന്റെ കോർട്ട് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും ജമ്പുമാലി ഭയങ്കര അഹങ്കാരിയാണ്. അയാള് വായി തോന്നിയതാണ് വിളിച്ചു പറയുന്നത്. രാവണന് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സഹിച്ചേ പറ്റുകയുള്ളൂ. എന്താണ് രാവണനോട് വന്ന് ജമ്പുമാലി ചോദിച്ചത്? എന്തിനാണ് എന്നെ എന്റെ സ്വർഗത്തിനകത്ത് എണീപ്പിച്ചുകൊണ്ട് വന്നത്? എന്ത് അടിയന്തരാവസ്ഥയാണ് ഇപ്പോ? കാര്യമുള്ള കാര്യം എന്തെങ്കിലും ആണെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വലിയവായി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണനാണെങ്കിൽ ഈ ഇങ്ങനെ കേൾക്കണതേ രാവണന് ഇഷ്ടമല്ല. അപ്പോഴേക്ക് രാവണൻ എന്ത് ചെയ്യുന്നു? രാവണൻ പറയുന്നത്, പക്ഷെ എന്നാലും ഇപ്പം ജമ്പുമാലിയെ പണക്കാൻ പറ്റൂല. ഭയങ്കര ശക്തനായിട്ടുള്ള ഒരു എതിരാളിയാണ് ആര്? ഈ വന്ന് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കുരങ്ങൻ. ഒറ്റ കുരങ്ങനാണെങ്കിലും ഭയങ്കര ഒരു നാശകാരി ആയതുകൊണ്ടും അവനെ പിടിച്ചു കിട്ടാൻ വേറെ ആർക്കും പറ്റൂല. ഓൾറെഡി വിട്ട ആൾക്കാരെ എല്ലാം കൊന്നിരിക്കുന്നത് കൊണ്ടും ഇനി ഇവൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? രാവണൻ ഇതെല്ലാം സഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് ഒരു യുദ്ധം കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജമ്പുമാലി കണ്ണു തുറന്നിട്ട് യുദ്ധം എന്ന് കേട്ടപ്പോഴേക്ക് ജമ്പുമാലിക്ക് എനർജിയായി. ജമ്പുമാലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു, ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഇന്ദ്രനോടാണോ അഗ്നിയോടാണോ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ രാവണൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു വാനരൻ. രാവണൻ അത് പറഞ്ഞതും ജമ്പുമാലി പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് എല്ലാം മാറ്റിയിട്ട് ജമ്പുമാലി എന്താണ്? ജമ്പുമാലി നോക്കിയപ്പോ രാവണൻ വാനരൻ എന്ന് പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കൺസേൺ ഉണ്ട് എന്ന് മനസ്സിലായി. എന്നാലും ജമ്പുമാലി എന്താ സംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ തിരിച്ചുറങ്ങാൻ പോവുകയാണ്. നിങ്ങളെ വല്ല ചെറിയ രാക്ഷസന്മാരെ വിടുക അവനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ആര്? ജമ്പുമാലി. ജമ്പുമാലി വിചാരിച്ച ഈ വാനരനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ ഉറക്കത്തിനകത്ത് എണീപ്പിച്ചുകൊണ്ട് വന്നത്. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു എന്നാണ് ജമ്പുമാലി ചിന്തിച്ചത്. അപ്പോഴേക്കും രാവണൻ തന്റെ ഭീകരമായിട്ടുള്ള ശബ്ദത്തിൽ പറഞ്ഞു, അശോകവാടിക നശിപ്പിച്ചിരിക്കുന്നു. രാവണന്റെ ശബ്ദത്തിൽ അശോകവാടിക നഷ്ടപ്പെട്ടതിന്റെ ആ വേദനയും കൂടെ ഉള്ളപ്പോഴേക്കും മനസ്സിലായി, അതൊരു സാധാരണ വാനരനല്ല നശിപ്പിച്ചിരിക്കുന്നത്. 80,000 ആൾക്കാരെ ഓൾറെഡി അവൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അവനെയാണ് പിടിച്ചു കെട്ടേണ്ടത് എന്ന് പറഞ്ഞു. എന്നാലും ജമ്പുമാലി വാനരൻ എന്ന് കേട്ടപ്പോ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ജമ്പുമാലി വിചാരിച്ച്, എനിക്ക് ഞാൻ എന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം പ്രബലനായിട്ടുള്ള ഒരു വാനരൻ എവിടെ നിന്നാണ് വന്നത്? ശരി, എന്തായാലും രാജാവ് പറഞ്ഞതല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തായാലും എന്താണ് കാര്യമൊക്കെ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നു? രാവണൻ എന്തായാലും പിന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് തന്നെ വിളിച്ചുണർത്തി കഴിഞ്ഞു. ഇനിയിപ്പോ എന്തായാലും യുദ്ധത്തിന് പോയേക്കാം എന്ന് വിചാരിച്ച് ജമ്പുമാലി എന്ത് ചെയ്തെല്ലാം റെഡിയായി, തയ്യാറായി. ആർമറും പടച്ചട്ടയും അതും ഇതും പിന്നെ എന്താണ് അതെല്ലാം വലിച്ചെടുത്തിട്ട് എല്ലാം റെഡിയായി. അപ്പോഴേക്കുമാണ് രാവണൻ പറയുന്നത്, നിന്റെ കൂടെ 80,000 പേരെയും വിടാവും. ജമ്പുമാലിക്ക് ദേഷ്യം വന്നു. എന്താണ്? ആരും സഹായത്തിന് വരുന്നൊന്നും ജമ്പുമാലിക്ക് ഇഷ്ടമല്ല. കാരണം സ്വയമേ യുദ്ധം ചെയ്ത് എത്ര പേരെ വേണമെങ്കിലും തോൽപ്പിക്കാമെന്നുള്ള അഹങ്കാരമാണ്. പക്ഷേ എന്തായാലും രാവണന്റെ നിർബന്ധമാണെന്ന് വിചാരിച്ചതും ശരി, 80,000 പേരെങ്കിൽ 80,000 പേര് എന്നും പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ഈ ആർമി എല്ലാം കൂടെ ചെന്ന് അശോകവാടികയുടെ എത്തുമ്പോഴേക്കും അശോകവാടികയുടെ കണ്ടീഷൻ കണ്ടപ്പോഴേക്കും ജമ്പുമാലിക്ക് മനസ്സിലായി ഇത് സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞു. ഇതാണ് ഒരു വലിയ കുരങ്ങൻ. അവിടെ എന്ത് ചെയ്യുകയാണ്? അശോകവാടികയുടെ കവാടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. ആപ്പിൾ കടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു. എന്താണ്? ആ വലിയ ഉദ്യാനത്തിന്റെ അവിടെ ചെറിയ ചെറിയ പലഷ്യൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. എന്താണ്? കോട്ടകൊത്തളങ്ങൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു വലിയ കമാനത്തിന്റെ മേലെ കയറി ഇരുന്ന് ആപ്പിളും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് വന്നതും അവിടെ എണീറ്റ് നിന്നിട്ട് എന്താണ്? ഏണിന് കയ്യും കുത്തിന്നിട്ട് പറഞ്ഞു, ഇനി ആരാണ് ഇന്ന് ചാവാൻ വേണ്ടി വന്നിരിക്കുന്നത്? രാമദൂതന്റെ കയ്യിൽ നിന്നും ചാവാൻ വേണ്ടി വന്നിരിക്കുന്നത് ആരാണ്? ആരാണ് എന്നെ ഇന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. ജമ്പുമാലി ആണെങ്കിൽ ജമ്പുമാലി മുന്നോട്ട് വന്നു. ജമ്പുമാലിയെ കണ്ട ഒരു പവർ ഹൗസ് പോലെ ഇരിക്കും. മൊത്തത്തിൽ പടച്ചട്ടയും ഭയങ്കര എന്താണ് മെറൂൺ കളറിലുള്ള ഒരു വസ്ത്രവും, തിളങ്ങുന്ന വസ്ത്രവും, അവിടെ ഇവിടെയും എല്ലാം ഭയങ്കര ആയുധങ്ങളും അതും ഇതുമൊക്കെ അണിഞ്ഞിട്ട് കയ്യിൽ കുന്തവും മുടച്ചക്രവും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല കമ്മലും അതും ഇതുമൊക്കെ തിളങ്ങുന്ന ഒരു രൂപമാണ് അത്. ആ ജമ്പുമാരി എവിടെ കൂടെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് രണ്ട് ആൾക്കാർ മരിച്ചു പോകും. അതുപോലെ തന്നെയാണ് ജമ്പുമാരിയുടെ രൂപം തന്നെ. അപ്പോ എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? കഴുതകളാണ് വലിക്കുന്നത് രഥം. എന്നിട്ട് ജമ്പുമാലി ഇത് കേട്ടതും ജമ്പുമാലിക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല. ജമ്പുമാലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വിഡ്ഢിയായിട്ടുള്ള വാനര, നീ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് നിന്റെ വിചാരം?
രാക്ഷസരാജനായ രാവണന്റെ രാജ്യത്താണ് നീ നിൽക്കുന്നത്. നിനക്കറിയാമോ? ആ അടുക്കളയിലോട്ട് പോയി നോക്കിയാൽ മതി, അവിടെ ഈ ദേവന്മാരെല്ലാം പച്ചക്കറി എരിഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. നവഗ്രഹങ്ങളെയൊക്കെ ചവിട്ടുപടിയായി വെച്ചിരിക്കുന്ന രാവണന്റെ മുന്നിലാണ് നീ വന്ന് ഇങ്ങനെ ഈ പല്ലിളിച്ച് കാണിക്കുന്നെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ എന്താണ് പിന്നെ ജബുമാലി പിന്നെയും പറയുകയാണ്, നിനക്കറിയാമോ എന്റെ അച്ഛൻ പ്രഹസ്തൻ വലിയ വലിയ മൗണ്ടൻസിനെ, അതായത് വലിയ വലിയ പർവ്വതങ്ങളെ വരെ വന്നിട്ട് ഒറ്റയടിക്ക് വീഴ്ത്തുന്നവനാണ് എന്റെ അച്ഛൻ പ്രഹസ്തൻ. എന്റെ പേര് ജംബുമാലി എന്നാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുമെന്ന്. നിന്റെ കാലനാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹനുമാൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ ഭൂതകാലം, വർത്തമാനം ഞാനാണ്. ഈ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നീ കണ്ടോ? കണ്ടോ? ലങ്കയുടെ അവസ്ഥ നീ കണ്ടോ? നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദ്യാനം തന്നെയാണ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. ജംബുമാലി ആണെങ്കിൽ ഹനുമാന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് സംസാരിക്കാൻ നിൽക്കാതെ അസ്ത്രം അയച്ചുകൊണ്ടേയിരിക്കും. ഹനുമാനാണെങ്കിൽ അവിടെ നിന്ന് ചാടി ഇറങ്ങി താഴെ ജംബുമാലിയുടെ നേരെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് ജംബുമാലി എന്തൊക്കെ ചെയ്തിട്ടും എന്ത് സംഭവിക്കുന്നില്ല, ഒരു പോറൽ പോലും. ചില സാധനങ്ങളൊക്കെ വന്ന് ഹനുമാന്റെ നെഞ്ചിലും അവിടെ എവിടെയും കൊള്ളുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ഹനുമാനെ കൂടുതൽ മനോഹരനാക്കുന്നല്ല, ചെറിയ ചെറിയ പോറലുകൾ മാത്രമേ ഏൽപ്പിക്കുന്നുള്ളൂ. അതെല്ലാം വന്നിട്ട് ഹനുമാൻ നിമിഷ നേരത്തിൽ പിടിച്ച് നേരെ ഓടിച്ച് ദൂരെ കളയുകയാണ് ചെയ്യുന്നത്. എത്രയധികം വെപ്പൺസ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ഹനുമാനെ ഏൽക്കുന്നതേ ഇല്ല. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്യുന്നു? അത് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ആർമീസിനെയും കൂടി എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടി ഉപയോഗിച്ചു. പക്ഷെ എന്നാലും ഒരൊറ്റ അസ്ത്രം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. അവനെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്നതേ ഇല്ല. ജംബുമാലി വിചാരിച്ചിട്ടു എന്താണ് ഇനി നടന്നിട്ട് കാര്യമില്ല. എന്താണ് അടുത്ത വിദ്യ? എന്താണ്? നേർക്ക് നേരെ നിന്ന് പൊരുതാൻ പറ്റത്തില്ലെങ്കിൽ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവർ മായാവിദ്യയാണ് പ്രയോഗിക്കുന്നത്. എന്താണ് മായാവിദ്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഹനുമാനെതിരെ മായാവിദ്യ പ്രയോഗിക്കാൻ തുടങ്ങി. എല്ലാം താഴെ ഇട്ടിട്ട് ജംബുമാലി എന്ത് ചെയ്യുന്നു? കണ്ണടച്ച് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ജംബുമാലി തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി. ജംബുമാലിയാണെങ്കിൽ അധികം എന്താണ് വളർന്ന് 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 കണ്ണടച്ച് എന്ത് ചെയ്യണം? കുറച്ച് നിമിഷങ്ങളാണ് കണ്ണടച്ച് ജംബുമാലി നിന്നത്. വളർന്നിട്ട് ജംബുമാലി കണ്ണു തുറന്ന് നോക്കിയതും ജംബുമാലി വിചാരിക്കുന്നു ഹനുമാൻ ഇപ്പൊ ചെറുതായിട്ട്, അതായത് താൻ അത്രയും വളർന്ന് വലുതായതുകൊണ്ട് അമിത ആത്മവിശ്വാസമാണ് ജംബുമാലിക്ക്. ആ വാനരൻ എന്തായിരിക്കും, അവനെ എന്റെ കാലിന്റെ അടിയിൽ പിടിച്ച് ചവിട്ടി അരച്ചു കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ജംബുമാലി എന്ത് ചെയ്യുന്നത്, ഇത്രയും വലുതായി നിൽക്കുന്നത്. ജംബുമാലി കണ്ണു തുറന്നപ്പോഴേക്കും മുന്നിലാണെങ്കിൽ എന്തോ ഇങ്ങനെ എന്താണ് ഉരുണ്ട് ഒരു തൂണ് പോലെ രണ്ട് സാധനങ്ങളും അതിന്റെ ഒത്ത നടുക്കായിട്ട് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഒരു ഭാഗവും മാത്രം കാണുന്നു. എന്താണ് കാണുന്നത് എന്ന് ജംബുമാലിക്ക് കണ്ണു തുറന്നപ്പോ മനസ്സിലായില്ല. അപ്പൊ ജംബുമാലി ചുറ്റും നോക്കി, എന്താണ് ഞാൻ കാണുന്നത്? അപ്പോഴാണ് ജംബുമാലി പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണ്? ഒരു ശ്രീരാം, ജയ് ശ്രീരാം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, മേലെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ജംബുമാലി നോക്കിയപ്പോ അപ്പോഴാണ് ജംബുമാലിക്ക് മനസ്സിലാകുന്നത്, ജംബുമാലി കണ്ടടച്ച് വലുതായതോടുകൂടി ഹനുമാൻ എന്ത് ചെയ്തു, ഹനുമാന്റെ ആകാരം വന്നിട്ട് അതിനേക്കാളും വലുതായി. ഹനുമാന്റെ മുന്നിൽ ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ ജംബുമാലി. ഇപ്പൊ ഹനുമാന്റെ മുട്ടാണ് കണ്ടത്. എന്ത്? കണ്ണു തുറന്നപ്പോഴത്തേന് മുട്ടാണ് കാണുന്നത്. ഹനുമാൻ എന്നിട്ട് മേലെ നിന്ന് വിളിച്ച് പറയുകയാണ്, ജയ് ശ്രീരാം. അത് കേട്ടപ്പോഴേക്കും ജംബുമാലി മേലോട്ട് നോക്കുകയാണ്. എന്നിട്ട് ഹനുമാൻ അതിനേക്കാട്ടിലും വലുതായി എന്ന് ജംബുമാലിക്ക് മനസ്സിലായി. ജംബുമാലിയെ ഈ മായാവിദ്യയിലൊന്നും ഇയാൾ വീഴൂല എന്ന് ജംബുമാലിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ജംബുമാലിക്ക് ഹനുമാന്റെ അടുത്ത് ഈ തരത്തില് മായാവിദ്യകളൊന്നും ഫലിക്കൂല എന്ന് മനസ്സിലായപ്പോഴേക്കും ഇനി എന്ത് ചെയ്യുന്നു, കൂടെ നിന്നിരുന്ന 80,000 ആൾക്കാരെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് പുറകോട്ട് നോക്കിയതും ഒന്നും കാണുന്നില്ല. എവിടെ പോയി 80,000 ആൾക്കാര്? ജംബുമാലി എപ്പോഴാണോ കണ്ണടച്ച് നിന്ന് മായാവിദ്യ പ്രയോഗിക്കാൻ വേണ്ടി നിന്നത്, അതേസമയം ഹനുമാനാണെങ്കിൽ വലുതാകുന്നതോടൊപ്പം അവിടെ കിടന്നിരുന്ന ഒരു വലിയ കുന്ന് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റയേറ് ആ 80,000 രാക്ഷസന്മാരും അതിന്റെ അടിപ്പെട്ട് ചതഞ്ഞിറങ്ങിപ്പോയി. ഇപ്പൊ ജംബുമാലി മാത്രം ബാക്കിയായി. ഇനി ജംബുമാലിക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് മുന്നേ ആണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായതും ഹനുമാനാണെങ്കിൽ പറഞ്ഞു, ജംബു, ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്റെ കാൽക്കൽ വന്ന് അഭയം പ്രാപിക്കാൻ പോകുന്നോ എന്ന് പറഞ്ഞ് മേലെ നിന്ന് വിളിച്ചു ചോദിച്ചു. അപ്പൊ ജംബുമാലി മേലോട്ട് നോക്കി പറഞ്ഞു, ഇതൊക്കെ വെറും മായാവിദ്യയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ യഥാർത്ഥ രൂപത്തിൽ വാ, ഞാനും എന്റെ യഥാർത്ഥ രൂപത്തിൽ വരാം എന്ന് പറഞ്ഞിട്ട് ജംബുമാലി എന്ത് ചെയ്യുന്നു, ഹനുമാനെ വെല്ലുവിളിക്കുന്നു. അപ്പൊ ജംബുമാലിയും ഹനുമാനും വീണ്ടും തങ്ങളുടെ പഴയ രൂപത്തിലായി. എന്നിട്ട് ജംബുമാലി ആണെങ്കിൽ എന്ത് ചെയ്യുകയാണ്,
ആ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നതും ഹനുമാനാണെങ്കിൽ ജംബുമാലിയുടെ ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ജംബുമാലിക്ക് ഹനുമാനെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും. അതേപോലെയാണ് ജംബുമാലിയുടെ ചുറ്റിനും ഹനുമാൻ വന്നിട്ട് പറഞ്ഞു, ജംബു, നിന്റെ അവസാനത്തെ 3-4 നിമിഷങ്ങളാണ് ഇതൊക്കെ. നിനക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം, ഒരു സജഷൻ, ഒരു പദ്ധതി ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രത്യേക മന്ത്രം ഞാൻ പറഞ്ഞു തരാം. വളരെ എളുപ്പമാണ്. ആകെപ്പാടെ 2 വാക്കുകൾ മാത്രമേ ആ മന്ത്രത്തിലുള്ളൂ. അത് ഉച്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ എല്ലാ പാപങ്ങളും അവസാനിക്കും. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിനക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥിതി അത് തരും. ഞാൻ പറയുന്നതിന്റെ കൂടെ പറയൂ, രാമ പറയൂ എന്ന് പറഞ്ഞു. ആര്? ജംബുമാലി. യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആ രാക്ഷസന്റെ അടുത്ത് ഹനുമാൻ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് പറയുകയാണ് രാമ എന്ന് പറയാൻ. അപ്പോഴേക്കും ജംബുമാലിയാണെങ്കിൽ ആകെപ്പാടെ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, എന്ത് അസംബന്ധമാണ്, നിന്റെ ഈ കുരങ്ങിന്റെ അടുത്തൊന്നും മന്ത്രം പഠിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, അതൊന്നും നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് മന്ത്രമെങ്കിലും പഠിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹനുമാൻ ഹനുമാന്റെ ആ ധൈര്യം ജംബുമാലി അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം എത്രയധികം ആൾക്കാരെ അയാള് എതിരിട്ടിട്ടുണ്ടോ അവരെല്ലാരും തകർന്ന് തരിപ്പണമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്രയും നിസ്സാരനായിട്ട് തന്നെ കണ്ടതും ജംബുമാലിക്ക് ദേഷ്യം വന്നിട്ട് ജംബുമാലി പെട്ടെന്ന് ഹനുമാന്റെ നേരെ ഓടിച്ചെന്നു. എന്തിന്? ഒറ്റ ചവിട്ടിന് ഹനുമാനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹനുമാനാണെങ്കിൽ തന്റെ ചൂണ്ടുവിരല് ജംബുമാലിയുടെ നാഭിയുടെ നേരെ കൊണ്ടുവന്ന് ജംബുമാലിയെ കയ്യിൽ പറക്കിയെടുത്ത് എന്ത് ചെയ്യുന്നു? ചുറ്റി, അത്രയ്ക്കും ചുഴറ്റി എന്ത് ചെയ്യുന്നു? അതിന്റെ അകത്ത് ആന്തരിക അവയവങ്ങളെല്ലാം വന്നിട്ട് മൊത്തം അമാൽഗമായിട്ട് പോയി. അതേപോലെ ജംബുമാലി അത്ര സ്പീഡിലാണ് കറക്കിയത്. എന്നിട്ട് ഒരു ഏറുക വായിൽ കൂടെ കുടലും പണ്ടവും വെളിയിൽ വരുന്നത് പോലെയാണ് ജംബുമാലി പോയി വീണതും ചത്ത് മലച്ചു വീണു. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? വീണ്ടും സമാധാനത്തോടു കൂടി രാമ 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 എന്ന് ജപിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇനി ആരെയാണ് രാക്ഷസനായ രാവണൻ, അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞിട്ട് രാവണൻ വിടുന്നത് ആരെയാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ ഇരുന്നു. ഇനി രാവണൻ ഹനുമാനെ പിടിച്ചു കെട്ടാൻ വേണ്ടി എന്തൊക്കെ പ്രതിയോഗികളെയാണ് വിടുന്നത്? ആരാണ് രാവണന് അവസാനം ഹനുമാനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഹനുമാനെ പിടിച്ചു കെട്ടുന്നത് എന്ന് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഇന്ന് നമ്മൾ എന്ത് കണ്ടു? ഹനുമാൻ വന്നിട്ട് അശോകവാടികയെ നശിപ്പിച്ചത് കണ്ടു. രാക്ഷസികളെല്ലാം കൂടി പേടിച്ചരണ്ടു പോകുന്നത് കണ്ടു. എന്നിട്ട് രാവണന്റെ അടുത്ത് ഈ വിവരം പറയുമ്പോൾ രാവണന്റെ കോപം കണ്ടു. അതിനുശേഷം തകർക്കാൻ വന്ന ആ രാക്ഷസന്മാരെ ഹനുമാൻ ഹനിക്കുന്നത് കണ്ടു. പിന്നെ വളരെ പ്രത്യേകതയുള്ള ഒരുത്തൻ, അതായത് ജംബുമാലി, പ്രഹസ്തന്റെ രാവണന്റെ മിനിസ്റ്ററായ പ്രഹസ്തൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രഹസ്തൻ. അദ്ദേഹത്തിന് കുറെ മക്കളുണ്ട്. അതിൽ ഏറ്റവും മൂത്തവൻ, അവനെയാണ് തുറുപ്പ് ചീട്ടായിട്ട് രാവണൻ ഉപയോഗിച്ചത്. പക്ഷെ അവസാനം വളരെ തമാശയായിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? വളരെ നിസ്സാരമായിട്ട് അവനെയും കൊന്നു. ഇനി എന്ത് ചെയ്യും ഹനുമാനെ പിടിച്ചു കെട്ടാൻ വേണ്ടി രാവണൻ ഇനി എന്താണ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഹരേ കൃഷ്ണ.